വന്നിട്ട് ആ അറബി കോളേജിൽ കുട്ടിക്ക് എന്തോ രോഗം വന്നപ്പോ രോഗം മാറാൻ പൂജ നടത്തിച്ചു എന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. കേട്ടോളൂ ആരാ പറഞ്ഞതെന്ന്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, കുട്ടികളുടെ രോഗം മാറാൻ വേണ്ടി കൊപ്പത്തുനിന്ന് പൂജാരി കൊണ്ടുവന്ന് പൂജ നടത്തിച്ചു. എവിടെ എവിടെ? ആറ്റക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ ഉള്ളാൾ തങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ആരാളുള്ളത്? MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ നേതൃത്വത്തിൽ, അവരുടെ നേതൃത്വത്തിൽ അറബി കോളേജിലാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോ നാളെ വന്നിട്ട് ഏത് മൗലവി, ഏത് പൂജ നടത്തിയ ആള്, ഏത് സാമി മൗലവി എന്നൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. നേരെ മറിച്ച് ആ പറഞ്ഞ മുസ്ലിയാരുണ്ടല്ലോ, ആ പറഞ്ഞ മുസ്ലിയാർ കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെട്ട സ്ഥലമാണ് മുതലക്കുളം എന്ന സ്ഥലം. ആ മുതലക്കുളം സ്ഥലം എന്ന സ്ഥലത്ത് 10,000 സാക്ഷി നിർത്തി പറഞ്ഞ വാചകമാണ് ഇപ്പൊ കേൾപ്പിച്ചത്. അല്ലാതെ അടച്ചിട്ട മുറിയിൽ അടുക്കളയിൽ പോയിരുന്നു പറഞ്ഞതല്ല. നേരെ മറിച്ച് ഈ മുതലക്കുളം മൈതാനിയിൽ 10,000 സാക്ഷി നിർത്തി പറഞ്ഞ വാചക. ഇനി ആ സാമിയെ നിങ്ങൾക്ക് കാണണോ? കൊപ്പത്ത് നിന്ന് വന്ന ആ സാമിയെ നിങ്ങൾക്ക് കാണണോ എങ്കിൽ ഞങ്ങളുടെ അടുക്കൽ വരണ്ട, പോയി ചോദിച്ചോളൂ അയാളോട്. അദ്ദേഹം തന്നെ പറയട്ടെ. എനിക്കിത് വേണമെങ്കിൽ ആ വന്ന പട്ടനും ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്, ആ സംഭവത്തിൽ കൂടെ പോയിട്ടുള്ളവരും ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് സഹോദരന്മാരെ. കൊപ്പത്തുള്ള സാമിയും ജീവിച്ചിരിപ്പുണ്ട്, കൂടെ പോയവനും ജീവിച്ചിരിപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാൻ ഞാൻ ഒരുക്കമാണ്. അല്ലാഹു അക്ബർ. എല്ലാവരും കൂടെ തക്ബീർ വിളിച്ച് സമ്മതിച്ചല്ലേ? എന്നിട്ട് കാണിച്ചു കൊടുത്തോ. ഇത് ആരെക്കുറിച്ചാ? മുജാഹിദുകളുടെ കഥയല്ലേ ഈ പറയണത്. എന്താ നിങ്ങൾ വിചാരിച്ച് സമസ്തക്കാരുടെ അവസ്ഥയിൽ പറയണത്? ഈ കുഫറിലേക്ക് ഞങ്ങളെ വിളിച്ചാൽ മാന്യ സഹോദര, ഇല്ല, ഞങ്ങൾക്ക് മരിക്കണം, ഞങ്ങൾക്ക് മരിക്കണം. അറബി കോളേജിന്റെ അവസ്ഥയിൽ പറയുന്നത്, ദീൻ പഠിക്കുന്ന കേന്ദ്രത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇത് ഞാൻ പറയല്ലോ, ഇവിടുത്തെ സമസ്തക്കാരുടെ അവസ്ഥ, ആ അവസ്ഥയെ സംബന്ധിച്ച് അവർ തന്നെ വിശദീകരിച്ചതാണല്ലോ. ഇനി ബന്ധമൊക്കെ ഞാൻ പിന്നെ വിശദീകരിക്കും. അത് അവിടല്ലേ ഇവിടല്ലേ എന്നൊന്നും ചോദിക്കണ്ട. അതിനൊക്കെയുള്ള പ്രൂഫ് ഇൻഷാ അല്ലാഹ് ഓരോന്ന് തർത്തീബായിട്ട് വരും. ആ തർത്തീബായി തന്നെ നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് ഉണർത്താനുള്ളത്. ഈ രൂപത്തിൽ കുഫറിലേക്കും ശിർക്കിലേക്കും ഈ സമൂഹം നടന്നെടുക്കുകയാണ്. നേതൃത്വം മുതൽ ഏറ്റവും താഴെക്കിട വരെ പച്ചയായ ശിർക്ക് ഈ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത, ആ ബാധ്യത ഇവർ നിർവഹിച്ചോ? ഇല്ല. ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഖുതുബ നടത്തിയിരുന്നു, ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അഭിപ്രായ വ്യത്യാസമായി. പിന്നീട് നടത്തണ്ടെന്നൊരു വിഭാഗം, ഹറാമാണെന്നൊരു വിഭാഗം, മലയാളത്തിൽ ഖുതുബ നടത്തൽ ഹറാമാണ് എന്ന് പറഞ്ഞു. അറബിയിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള സംസ്ഥാന സുന്നികളുടെ ആളുകളും സമസ്തക്കാരുമായി പെരുമ്പാവൂരിൽ വെച്ച് വാദപ്രതിവാദം നടന്നു. അങ്ങോട്ടൊന്നും ഞാനിപ്പോ പോകുന്നില്ല. ഈ സമൂഹത്തോട് ഇവർ നിർവഹിക്കേണ്ട ബാധ്യത പോലും നിർവഹിച്ചില്ല. വിശുദ്ധ ഖുർആൻ ഒരു ദിവസം തന്നെ മുസ്ലിം സമൂഹത്തിൽ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി വെച്ച് ചെല്ലൂ വിശ്വാസികളെ. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി വെച്ചു ചെല്ലൂ വിശ്വാസികളെ. എന്താണ് അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി വെച്ചു ചെല്ലൂ എന്ന് പറഞ്ഞാൽ വഹിയ മൗഇദത്തുൽ ഇമാം ഐ അൽ ഖുത്ബ, അത് ഇമാമിന്റെ ഖുത്ബയാണ്, ഇമാമിന്റെ ഉപദേശമാണ്. ആ ഉപദേശം കേൾക്കാൻ നിങ്ങൾ ധൃതി വെച്ച് ചെല്ലൂ എന്നാ പറഞ്ഞത്. എന്നാലോ വെള്ളിയാഴ്ച എന്നാൽ ഏലക്കം വലി അല്ലാതെ വേറൊന്നും കേൾക്കാനില്ല.
ഖുത്ബയില്ല. അവർക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, എന്താണ് ദീനെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം നിലവിലെ സമസ്തക്കാരുടെ പള്ളിയിലെ അവസ്ഥ, ഒരു സമസ്തക്കാരൻ തന്നെ പറഞ്ഞത് ഇന്നലെ കേട്ടതാണ്, ഒന്നുകൂടി കേട്ടോളൂ. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായി ഒരു മുസ്ലിയാർ തന്നെ വിശദീകരിക്കുന്നത്. നമ്മൾ ഏറി വന്ന ഇക്കാലഘട്ടത്തിൽ നമ്മളെ ചെറുപ്പക്കാര് വരുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ദിവസം തന്നെ വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച മാത്രം പള്ളിയിലേക്ക് വരുന്ന പ്രത്യേക ടീം വെള്ളിയാഴ്ച നേരത്തെ അവൻ എഴുന്നേറ്റ് അവർ ബ്ലേഡൊക്കെ വാങ്ങി, സേവ് സെറ്റൊക്കെ വാങ്ങി, അവൻ്റെ മീശും താടിയൊക്കെ ഒന്നായിട്ട് വടിച്ചൊന്ന് ഉഷാറാക്കി, എന്നിട്ട് കാൽമുട്ടിൻ്റെ അവിടുന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ വല്ല എണ്ണയെ തൈലൊക്കെ തേച്ച് വലിച്ചിങ്ങോട്ട് കയറ്റേണ്ട ഒരു ഫാൻ്റൊക്കെ കയറ്റി, ചന്തിയും കൂടി മറിയാത്തൊരു ചെറിയ ഷർട്ടൊക്കെ ധരിച്ച് വെള്ളിയാഴ്ച മാത്രം സക്കറാത്തിന്റെ ഹാലിൽ പള്ളിയിലേക്ക് വരുന്ന സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിപ്പോയി അല്ലേ? വെള്ളിയാഴ്ച മാത്രം അതിനെ സക്കറാത്തിന്റെ ഹാല്. റോട്ടിൽ നിന്ന് നമ്മളെ കുട്ടികൾ ചോദിക്കും, അല്ല പള്ളിയിൽ ഖുത്ബ തുടങ്ങിയോ? തുടങ്ങി. ഏത് ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നത്? സെമിയാണോ ഫൈനലാണോ എന്ന് അന്വേഷിക്കുക. ഖുത്ബ സെമിയാണോ ഫൈനലാണോ എന്ന് അന്വേഷിക്കുന്ന കുട്ടികൾ വയസ്സന്മാർക്ക് ഇതിൽ പറഞ്ഞോളുന്നില്ല. വയസ്സന്മാരിങ്ങനെ നോക്കുക, എന്താ സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊരു കൂടി ടി വിയിൽ കളി കണ്ടുവന്ന് ഉമ്മാനോട് പറഞ്ഞാലോ, ഉമ്മ സെനഗൽ ജയിച്ചു പറഞ്ഞാലോ, ഉമ്മ പറഞ്ഞാലോ ഓൻ ജയിക്കും, നിന്റെ ഒന്നല്ല, നല്ല പഠിക്കണ കുട്ടിയാണ് പറഞ്ഞാലോ, ആ അമ്മക്ക് സാധനം എന്താ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഉപ്പാക്ക് സെമിയും ഫൈനലും അറിഞ്ഞോളുന്നില്ല. ഒന്നാം ഖുത്ബ രണ്ടാം ഖുത്ബ എന്നാ ചോദിക്കുന്നത്. രണ്ടാം ഖുത്ബ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് കയറി വരുന്ന മുസ്ലിം സമൂഹമായി നമ്മൾ അത് പതിച്ചു പോയി. രണ്ടാം സെമിയും ഫൈനലും കഴിച്ചിട്ട് കയറും. ഞാൻ പറഞ്ഞതല്ല, ലാസ്റ്റ് വിക്കറ്റും കഴിച്ചിട്ട് കയറുള്ളൂ. സലാം പറയുന്ന സമയത്ത് കയറുള്ളൂ. കാരണം എന്താ? എന്തിനിങ്ങോട്ട് വരണം? എന്താണ് വന്നിട്ട് പറയും? ഇത് കൗമോന് മനസ്സിലാകില്ല. ഈ ഏലക്കം വിളി അതല്ലാതെ വേറൊന്നും കേൾക്കാനില്ല. ഇതെന്താണ് പറയണത് തിരിയുന്നില്ല. ഒരു പ്രയോജനം ഈ സമൂഹത്തെ സമുദ്ധരിക്കേണ്ട ഏറ്റവും നല്ല മാധ്യമം തന്നെയും വഴിതിരിച്ചു വിട്ടു അല്ലേ? എന്നിട്ട് ആ ഉത്തരവാദിത്തമെങ്കിലും നിർവഹിച്ചോ? ഇല്ല. ഒരു കാലഘട്ടത്തിൽ സമസ്തക്കാർ തന്നെ ഇവിടെ നിർവഹിച്ചിരുന്നു അത്. ആ കഴിഞ്ഞുപോയ ഉലമാക്കന്മാരെ ചോദ്യം ചെയ്ത് പിന്നെ പറ്റ ഹറാം നിഷിദ്ധം വന്നൊരു കൗമ്. അപ്പൊ കുറെ കാലം സമസ്തക്കാരുടെ നേതാക്കന്മാരും ആരുമ്യങ്ങളൊക്കെ പച്ച ഹറാം ചെയ്തവര്, ആ ഹറാം ചെയ്തു എന്ന് വാദിച്ച് പിന്നീട് അതിനെ ന്യായം പറഞ്ഞ് പിന്നീട് ഈ സമൂഹത്തിലേക്ക് ആ ദൗത്യം കൂടി നിർവഹിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മാറ്റിക്കൊണ്ടുപോവുകയാണ്. സമൂഹത്തെ സമുദ്ധരിച്ചു കൊണ്ടുവരേണ്ട പണ്ഡിതന്മാർ സമൂഹത്തെ ദുഷിപ്പിക്കുന്നതിലാണ് കൂട്ടുനിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും കൃത്യമായി നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അവിടെ ശക്തമായ ഒരു നിലപാടുമായി നിലകൊണ്ടു. അത് മറ്റൊന്നുമല്ല, ഖുർആനും സുന്നത്തും ഈ സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുക, അവതരിപ്പിക്കുക, തെളിവായി ബോധ്യപ്പെട്ടത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തോട് തുറന്നു പറയുക, ആരുടെയും മുഖം നോക്കാതെ, ആരെയും വകവെക്കാതെ ഈ ദൗത്യം കൃത്യമായി സമൂഹത്തിന്റെ കൈമാറണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും സന്ദേശം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണമെന്ന ദൗത്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോഴോ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏൽക്കേണ്ടി വന്ന മറ്റൊരു ആരോപണം എന്തായിരുന്നു? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജനങ്ങളെ വിളിച്ചു കൊണ്ടുപോയി. ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പ്രവാചകൻ അവരെ കൊണ്ടുപോയി നിർത്തി. ആ രൂപത്തിൽ അവരെ അണിനിരത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഇസ്ലാമിലേക്ക് അവരെ വിളിക്കാൻ ആരംഭിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൃത്യമായി വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്തു. ഓ ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന ലാത്ത ആ ദൈവമല്ല, ഉസ്സ ദൈവമല്ല, മനാത്ത ദൈവമല്ല, ഇബ്രാഹിം ദൈവമല്ല, ഇസ്മായിൽ ദൈവമല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെയാണ്. നിങ്ങൾക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഓ ജനങ്ങളെ, ആയതിനാൽ നിങ്ങളെ സൃഷ്ടിച്ച ആ ഏകനായ ഇലാഹിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ ജനങ്ങളെ. നാളെ പാരത്രിക ലോക ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ വിജയം വരിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കണേ ജനങ്ങളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളെ, നിങ്ങളത് അംഗീകരിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലെ ഖുറൈശികളോട് ആദ്യമായി പറഞ്ഞപ്പോൾ പ്രവാചകന്റെ കുടുംബക്കാരൻ തന്നെ എണീറ്റത് ആദ്യം പറഞ്ഞു, തബ്ബല്ലക്, മുഹമ്മദേ നിനക്ക് നാശം, മുഹമ്മദേ നിനക്ക് നാശം, മുഹമ്മദേ നിനക്ക് നാശം. എന്നിട്ട് അവര് പറഞ്ഞ ന്യായം എന്താ? അവർ മുഹമ്മദ് നബിക്കെതിരെ പറഞ്ഞ ആരോപണം എന്താ? പല ആരോപണങ്ങളിൽ ഒരു ആരോപണം, ഓ മുഹമ്മദ്, ഫറഖ്ത ജമഅതനാ, നീ ഞങ്ങളുടെ ഐക്യം തകർത്തൂടാ, ഞങ്ങളുടെ ഐക്യം നീ തകർത്ത് ഞങ്ങൾ നീ ഭിന്നിപ്പിച്ചു, നീ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഐക്യത്തിലായിരുന്നു പോൽ. ആരാ ഇത് പറഞ്ഞത്? ഖുറൈശികളെ. ഔസ് ഗോത്രവും ഹദ്റജ് ഗോത്രവും ഏതാണ്ട് 100-200 കൊല്ലം തമ്മിലടിച്ച് ഒരു ഒട്ടകത്തിന്റെ പേര് പറഞ്ഞ് 200 കൊല്ലം യുദ്ധം ചെയ്ത തറവാടിന്റെ പേര് പറഞ്ഞ് തമ്മിലടിച്ച
കള്ളു കുടിച്ചും മദ്യപിച്ചും വ്യഭിചരിച്ചും തോന്നിവാസത്തിലകപ്പെട്ടും പരസ്പരം കലഹിച്ച് ജീവിച്ച ആ ഖുറൈശികൾ പറയാണ്, മുഹമ്മദേ നീ വന്നിട്ട് ഫറഖ്ത ജമാഅതന, ഞങ്ങൾ ഐക്യം നീ തകർത്തടാ. ഇതുപോലെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നപ്പോഴും പിന്നെ പറഞ്ഞൊരു ആരോപണം അതാണ്, ഐക്യം തകർത്തു നിങ്ങൾ വന്നിട്ട് ഐക്യം തകർത്തതെന്ന്. മാന്യ സഹോദര, ഒന്ന് ചിന്തിക്ക്, ശരിയാണോ ഇത്? മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് അവിടെ ഐക്യം തകർന്നത് ആണോ? അതിനു മുമ്പ് ഐക്യം ഉണ്ടായിരുന്നോ? ഇസ്ലാഹി ചരിത്രം, ആ ചരിത്രം ആത്മാർത്ഥമായി പഠിച്ചവരുണ്ടെങ്കിൽ, ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി എന്ന ചരിത്രം പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വരുന്നതിന് മുമ്പ് കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു പ്രശ്നം. നിരവധി പ്രശ്നങ്ങൾ, കൊണ്ടോട്ടി കൈക്കാര്, പൊന്നാനി കൈക്കാര്, കലഹങ്ങൾ, ഒരു മഹലിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട കാലിമാർ, ആ കാലിമാരുടെ പേരിൽ കലഹങ്ങൾ, കൈമുട്ടൽ അനുവദിച്ച ഒരു കാലി, കൈമുട്ടാൻ കൈമുട്ടി പാട്ട് പാടാന്ന് പറഞ്ഞ ഒരു കാലി, അപ്പുറത്തെ കാലി പറയും പാടില്ല, ഹറാമാണ്. അപ്പൊ ആ കാലിയുടെ മഹലിൽ നിന്ന് ഇപ്പുറത്തെ കാലിയുടെ മഹലിൽപ്പെട്ട ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഒരു കൂട്ടര് കൈയും കൊട്ടി വരും, മറ്റേ കൂട്ടര് പറയും പറ്റൂല, നമ്മുടെ കാലിയിൽ ഹറാമാന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഓരോരുത്തർ മുഖത്തിട്ട് ഇങ്ങനെ കൊട്ടി അടിയണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തടി, കൈയടി, കൈകൊട്ടല്, പിന്നെ മുഖം കൊട്ടലായി, അങ്ങനെ ബഹളമായി അടിയായി. കല്യാണ വിധി ഇവരുടെ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല, ഏഴൊന്നും വായിക്കേണ്ടതില്ല, കൃത്യമായി സമൂഹത്തിൽ നടന്ന ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഈ രൂപത്തിൽ വളരെ ശക്തമായി തമ്മിലടിയും കലഹങ്ങളും ഉണ്ടായിരുന്നില്ലേ? ഇന്നില്ലേ? ഇന്ന് മുജാഹിദ ഭിന്നിപ്പുണ്ടാക്കുന്നത് അല്ല, നേരെ മറിച്ച ഭിന്നിപ്പിന്റെ 1-2 ഉദാഹരണങ്ങൾ വളരെ വേഗത്തിൽ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സാമ്പിളിന് ഒന്ന് മാത്രം കണ്ടോളൂ. ഉണ്ടായിരുന്നു. എന്നാൽ വലിയ ഖാസി പദവിയിലേക്ക് അടുപ്പിച്ചുള്ള 2 ദിവസങ്ങളിൽ 2 പള്ളികളിലായി 2 ഖാസിമാർ അവരോധിക്കപ്പെട്ടു. കുറ്റിച്ചിറ ജമാഅത്ത് പള്ളിയുടെ ഖത്തീബായിരുന്ന SV അഹമ്മദ് കോയയും പയ്യന്നൂരിലെ ഖാസിയായിരുന്ന സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളും ഇന്ന് വലിയ ഖാസിമാരായത് വലിയ വിവാദമായിരിക്കുന്നു. ചുറ്റുപാടറിയുന്ന ആളായിരിക്കണം ഖാദി. ഹസ്ബത്ത് ജമാനി വൽ മക്കാനും, ജമാൻ വെച്ച് കാലവും ദേശവും പരിചയമുള്ള ആളായിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ പറ്റി 700 കൊല്ലം പഴക്കമുണ്ട് ഇവിടെ ഈ നാട്ടിൽ. ഇത്ര പഴക്കമുള്ള വളരെ പ്രയാസമായിരിക്കും. ഇസ്കാൽ പള്ളിൻ്റെ മുത്തവല്ലിമാരിൽപ്പെട്ട് നമ്മളാവുന്നു. അപ്പോൾ സൂഫിക്കാ വീട് എന്ന് പറഞ്ഞ് സൂഫികൾ താമസിച്ച ആളുകളാണ്. അത്രയും പരമ്പര ജമാൻ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഈ നാട്ടിലെ പരമ്പരകൾ ലീസ്റ്റ് കാണാം. ഇന്ന പിതാവിൻ്റെ അത്ര വരെയുള്ള കാണാം. ഹസ്ബത്ത് ജമാനി വൽ മക്കാൻ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചത് നാട്ടിനോട് പരിചയമുള്ള ആളല്ലെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യമല്ല എന്നുള്ള അത് അറബി ഗ്രന്ഥമായ ബിഗയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രമുഖമായിട്ടുള്ള സംഗതികളാണ്. ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കോഴിക്കോട്ട് മഹല്ലി എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധപൂർവ്വം എടുത്തിട്ട് സ്വീകരിച്ചതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ല, സംഗതി എന്താ വെച്ചാല് 2 കാളിമാർ ഒരു മഹല്ലില്, 2 കാളിമാര് ഒരു മഹല്ലിൽ. നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് ഒരു ഗ്രൂപ്പിന്റെ കാളി, രണ്ടാമത് ഇപ്പുറത്തെ ഗ്രൂപ്പിന്റെ കാളി, ഒരു മഹലിൽ 2 കാളിമാര്. ഇത് മുജാഹിദിലുണ്ടാക്കിയതാ ആണോ? 2 കാളിയാമാര്. എന്നിട്ട് അവിടെ കാളിയാമാരെ കൊണ്ടുള്ള പ്രശ്നം അത് തീരുന്നില്ല. അവസാനം അവിടുത്തെ ജനങ്ങളോട് ചോദിക്കണം എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ കാളിമാരെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പം ജനം പറയാ താങ്ങാൻ കഴിയൂല, ഇതെല്ലാം കൂടെ താങ്ങണ്ടേ, നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന അപ്പുറമാണ് എന്നാ, വേറെ ആളവരെ പുച്ഛിച്ച് തള്ളണം എന്നാണ്. ഖാദി പല സ്ഥലത്തും ധാരാളം ഖാദികൾ പല മഹല്ലത്തുകളും പലരും തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞുകൂടാ, ആദ്യമെന്ന് പറഞ്ഞുകൂടാ. നേരത്തെ ചുറ്റുഭാഗത്തുള്ള പല മഹല്ലത്തുകളും നമ്മുടെ നേതാവ് മുഹമ്മദ് ശാബ്ദങ്ങൾ ഖാദിയായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഖാദിയായിട്ട് പല മഹല്ലുകളുണ്ട്. പിന്നെ ആദ്യമൊന്നുമില്ല, പിന്നെ അവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, അവരെ തിരഞ്ഞെടുത്തു. ഇവർ കൂടിയിട്ട് ഇനിയും തിരഞ്ഞെടുത്തു സംസ്ഥാന നിർദ്ദേശപ്രകാരം. വിശ്വാസികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ ഇപ്പോൾ? ഇല്ല, ഒന്നുമില്ലല്ലോ. ആർക്കും അഭിപ്രായ വ്യത്യാസം സംശയമൊന്നുമില്ലല്ലോ.
മിക്കവാറും ആളുകൾ സ്വാർത്ഥതയിലേക്കാണ് പോണത്. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സ്ഥാനം കിട്ടാനുള്ളതിലേക്കുള്ള പോക്കാണ് മിക്കവാറും പോകുന്നത്. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായത് വളരെ കുറഞ്ഞിട്ടൊക്കെയുണ്ട്, വളരെ അപൂർവം എന്ന് പറയാം. അത് ഏറ്റവും വലിയ ഉന്നതന്മാരായ പണ്ഡിതന്മാരിൽ പോലും ആ സ്വാർത്ഥത കാണാൻ സാധിക്കുന്നുണ്ട്. നിഷ്കളങ്കമായി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജനക്കൂട്ടം ഒരു കാഴ്ച കണ്ടു നിൽക്കുകയാണ്. എന്താ കാഴ്ച? ഒരു ചേരൻ്റെ തല തവളൻ്റെ തൊള്ളയെ കുടുങ്ങിയിരിക്കുകയാണ്. ഇതാണ് രംഗം. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് ചേരവാലം തവളാന്ന്, അപ്പുറം നിൽക്കുന്ന ആൾ പറഞ്ഞ് തവളത്തലയും ചേരാന്ന്. ചേരവാലം തവള എന്ന് പറഞ്ഞ ആൾക്കാർ അവരെ എതിർത്തും കൊണ്ട് മറ്റോല് പറയാണ് ചേരവാലം തവള ആണെങ്കിൽ വാൽ അങ്ങോട്ട് നിൽക്കണ്ടേന്ന്. തവളത്തലയം ചേരാന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് പറയണേ? ഇപ്പുറത്തെ പാർട്ടി പറയണേ തവളത്തലയം ചേരാണെങ്കിൽ തല അങ്ങോട്ട് നിൽക്കണ്ടേന്ന്. ഇതാണ് ഇവിടെ ഇപ്പം നടക്കണ മൊത്തം രംഗം. ഈ കാസി നിയമനത്തിൽ രാഷ്ട്രീയം കൂടി കടന്നതുകൊണ്ട് ഇത് മൂന്നായി. മൂന്ന് കൂടാതെ സുന്നി രണ്ടായതിനു ശേഷം ഒരു സംയുക്ത മാലിന്യ കമ്മിറ്റി കാസി വേറെ വന്നുകാന്ന് വരും. അതുകൂടാതെ ഇപ്പോഴഞ്ചാമത്തെ കാസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഓവറാണ്, താങ്ങാൻ കഴിയില്ല. നാട്ടുകാർക്ക് താങ്ങാൻ കഴിയില്ല ഈ കാസിമാരെ. വിശ്വാസികൾക്ക് ഇവരെ സംബന്ധിച്ചോട് പുച്ഛിച്ച് തള്ളാനേ ഇത് സാധിക്കുള്ളൂ. ഒരു വിശ്വാസിക്ക് ഇവരന്മാരെ പുച്ഛിച്ച് തള്ള എന്നുള്ള മാത്രമല്ല, അവരുടേതായ പാട്ടിൽ വിടുക, നമ്മൾ ഓരോ പിന്നാലെ പോവാതെ നിൽക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അവർ ബഹിഷ്കരിക്കുക അങ്ങനത്തെ ആൾക്കാരെ. ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ ഭിന്നിപ്പും കുഴപ്പങ്ങളും ഒരു ഭാഗത്തു നിന്നുണ്ടാക്കുക, അത് വളരെയധികം ബോധപൂർവം തന്നെ ഭിന്നിപ്പും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നതോ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിപ്പുണ്ടാക്കിയെന്നാണ്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? എന്താണ് ഭിന്നിപ്പുണ്ടാക്കിയത്? മുസ്ലിം സമൂഹത്തിന്റെ മേൽ ഇസ്ലാമികമല്ലാത്ത പലതും അടിച്ചേൽപ്പിക്കുകയുണ്ടായി. സമസ്ത ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ മേൽ പലതും ഇസ്ലാമിൽ ഇല്ലാത്തത് അടിച്ചേൽപ്പിച്ചു. സ്വാഭാവികമായി മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടു. എത്രത്തോളം? ഒരു കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം, പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കൽ ഹറാമാണ്. അങ്ങനെ ഫത്വ പുറപ്പെടുവിച്ച കാലം ഉണ്ടായിരുന്നു. ആ ഫത്വ പുറപ്പെടുവിച്ച വളരെ ശക്തമായി തന്നെ ആ ഫത്വയിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു സമൂഹമാണ് സമസ്ത എന്ന് പറയുന്ന സമൂഹം. ഞാനൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിൽ ഓതി പഠിക്കുമ്പോ ആ മദ്രസയിൽ പരീക്ഷ എഴുതുമ്പോ ഒരിക്കലും അവിടെ പെൺകുട്ടികൾക്ക് എഴുത്തുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ പരീക്ഷ എഴുതൂല, ആൺകുട്ടികൾ പരീക്ഷ എഴുതണം. അന്നൊക്കെ നമ്മൾ ചെറുപ്പമാണ്, കുട്ടിയാണ്. അന്ന് ചിന്തിക്കും ഇതെന്താ, ഇതൊരു വല്ലാത്ത വകഭേദം. ഉസ്താദന്മാർക്ക് പെൺകുട്ടികളോട് പ്രത്യേകം എന്തോ മഹബത്ത് ഉണ്ടാകണം, അതല്ലെങ്കിൽ ഞങ്ങൾ എഴുതണം, ഓരോരൊക്കെ എഴുത്തില്ല, അവരോട് ചോദ്യമാണല്ലോ എന്നൊക്കെ അന്നിങ്ങനെ ചെറുപ്പകാലത്ത് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ വളർന്നു വലുതായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഒരു സമസ്ത എന്ന് പറയുന്ന വലിയൊരു സംഘം ഫത്വ പുറപ്പെടുവിച്ച പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണ്. സ്വാഭാവികമായും അക്കാലഘട്ടത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാർ ചോദ്യം ചെയ്തു, എന്ത് നിയമം, ഏത് കിരാത നിയമമാണിത്, എന്ത് ന്യായം? ആ സമയത്ത് ന്യായം പലതും പറഞ്ഞു. നമ്മുടെ സുലൈഖ രവിക്ക് പ്രേമലേഖനം എഴുതി, അത് എഴുത്ത് പഠിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞു. പക്ഷേ ഇസ്ലാഹി പണ്ഡിതന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയപ്പോഴോ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ പെൺകുട്ടികൾക്ക് പ്രത്യേകം സ്കൂളില്ലേ, അവർക്ക് പ്രത്യേകം കോളേജുകളില്ലേ? ഉണ്ട്. എന്ന് മാത്രമല്ല, പഴയ ആ പ്രമേയം, ആ ഫത്വ പോലും കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാ. അതിന് പോലും കൃത്യമായ ഒരു മറുപടി അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നാ. എത്രത്തോളം അത് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് നിങ്ങളൊന്ന് കേൾക്ക്. ഈ വിഷയത്തിൽ, ഈ ഫത്വയുടെ കാര്യത്തിൽ ഇവരോട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് നിങ്ങളൊന്ന് കേൾക്ക്. എന്റെ ചോദ്യം, രണ്ട് അവസ്ഥയും ഉള്ളപ്പോഴുള്ള ഒരു ചോദ്യമാണ്. അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1926 കേട്ടോളെ, അൽ ബയാൻ അറബി മലയാള പത്രത്തിൽ കാണാം, സ്ത്രീ അക്ഷരവിദ്യ ശറഹിൽ മക്രൂഹാണെന്നും അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം പറയുന്നുണ്ട്, ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർത്തും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരിക്കലും തന്നെ സ്ത്രീകളോട് അക്ഷരം, അതായത് വിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ചുരുക്കി പറയുന്നതാണ്, ദീർഘമായിട്ടല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ വാദം നിലനിൽക്കെ തന്നെ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമൊക്കെ കാണാം, സമസ്തയുടെ മദ്രസകളിലും തന്നെ പെൺകുട്ടികൾ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നുണ്ട്. 926 അൽബയാനിൽ എഴുതി എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. 926 അൽബയാൻ ഇറങ്ങിയിട്ടില്ല. ഒന്ന് അൽബയാൻ ഇല്ല അന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയാൽ സ്വാഭാവികമായും അതിന്റെ അടുത്ത ലക്കത്തിൽ അതിന്റെ മറുലേഖനം ഉണ്ടോ എന്നും അതിന്റെ ഖണ്ഡനങ്ങൾ ഉണ്ടോ എന്നു കൂടി പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ആ ലേഖനം കണ്ടിട്ടില്ല. 2, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇவ்விഷയകമായി എവിടെയെങ്കിലും എന്തെങ്കിലും പൂർവ്വകാലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർവിക മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ച കാര്യം എടുത്തു ഉദ്ധരിക്കുക മാത്രമല്ലാതെ സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു നയസമീപനം സമസ്ത സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ മദ്രസത്തുൽ ബനാത്തിന് തുടക്കത്തിൽ തന്നെ അംഗീകാരം കൊടുക്കില്ല. മഹാന്മാരായ ഇപ്പൊ ഇമാം ഷാഫി തങ്ങൾ ഉമ്മ പോലെയുള്ള പൂർവികരായ തസൗഫിന്റെ ആലിമ്യങ്ങളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി എഴുതി വെച്ച ഏതെങ്കിലും ഉദ്ധരണികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ആ വായിച്ച ലേഖനത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഉപയോഗിച്ച പദം അതിന് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ അഭിപ്രായമോ അങ്ങനെ വരാനേ വഴി കാണുന്നുള്ളൂ. ഒരിക്കലും ഒരു തീരുമാനമോ മസലയോ അങ്ങനെയല്ലല്ലോ വരാറുള്ളത്. അല്ല, വഴി അത് ഒരാളുടെ അഭിപ്രായം, അത് എഴുതിയ ആളുടെ അഭിപ്രായം എന്നതുപോലെ കിതാബുകളുടെ ഉദ്ധരണി നോക്കിയാൽ സമസ്തക്കാരല്ലാത്ത പൂർവീക പണ്ഡിതന്മാർ തന്നെ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന്റെ ദൂഷ്യത ഉദ്ധരിച്ചത് കാണാൻ കഴിയും. പൂർവീക പണ്ഡിതന്മാരുടെ രേഖകളിൽ തസൗഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പണ്ഡിതന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായാന്തരം സ്വാഭാവികമാണ്. പക്ഷെ സമത്വ ഒരു നയം എന്ന രീതിയിൽ മദ്രസത്തുൽ ബനാത്ത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഏതൊരു പണ്ഡിതൻ പണ്ട് എഴുതി വെച്ചാണ് അത് സമസ്തക്ക് ബന്ധമില്ല എന്നാ, അങ്ങനെ പ്രമേയം പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാ. പിന്നെ അത് ഏതൊരാള് പണ്ട് കിതാബിൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായം എഴുതി വെച്ചാണെന്നാ, അതൊക്കെ നോക്കണം. ഷാഫി ഇമാമിന്റെ അഭിപ്രായം എഴുതി വെച്ചാണത്രേ, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് അത്രേ. അങ്ങനെ ഒരാളെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന്. ശരിയാണോ അത്? അല്ല, നേരെ മറിച്ച് 1930 മാർച്ച് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ പ്രമേയമായി പാസാക്കിയതാണിത്. അല്ലാതെ ഒരാളുടെ അഭിപ്രായം എഴുതിയതല്ല. 1930 മാർച്ചിൽ മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നടന്ന സമസ്തയുടെ പ്രമേയത്തിൽ പാസാക്കിയതാണ്. സ്ത്രീ കൈയെഴുത്ത് പഠിക്കൽ ശറഹിൽ മക്രൂഹാണ്, ഇക്കാലഘട്ടത്തിൽ ഹറാമാകാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അതുകൊണ്ട് പെണ്ണ് കൈയെഴുത്ത് പഠിക്കരുത്. ഇന്ന് മാറിയില്ലേ? മാറ്റമുണ്ടായില്ലേ? പരിവർത്തനം ഉണ്ടായില്ലേ? എന്നാലോ ഇങ്ങനെ പരിവർത്തിക്കുമ്പോൾ തന്നെ മറുവശത്ത് കൂടി നരകം അത് ഉറപ്പാക്കണമല്ലോ. ആ സീറ്റ് ഉറപ്പാക്കാനുള്ള പ്രവർത്തനം വേറെ ഭാഗത്ത് എടുക്കുക, മറ്റുള്ള ഭാഗത്തുകൂടി സമൂഹത്തെ ദുഷിപ്പിക്കുന്ന വഴിയെടുക്കുക. എത്രത്തോളം ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുകയാണ്. എന്താണ് ഇവർ ദീനായി മനസ്സിലാക്കുന്നത്? നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ആഴ്ചയും മാറുകയാണ്, ഓരോ ദിവസവും മാറുകയാണ്, ഓരോ ദിനങ്ങളും മാറുകയാണ്. എന്താണ് ദീൻ മനസ്സിലാകുന്നില്ല. കണ്ടോളൂ, പുതിയ രൂപങ്ങൾ, പുതിയ ചില പ്രകടനങ്ങൾ. കക്കാട് കൈമുട്ടി പാടുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്. നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാടിന്റെ മുട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. എങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ. എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ മുട്ടും കുറച്ചു മുട്ടും എല്ലാ മുട്ടും മുട്ട് തന്നെയാണ്. അത് ദുബായിലാകുമ്പോഴേക്ക് ഹലാലാവൂല, കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ അതും നോക്ക് നിങ്ങൾ. ഫോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും ദുആരക്കുന്നതും. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, വലിയ ഷെയ്ഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട്. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ? ഒരു ചുമരുമൽ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് നിലവിളിക്കുക. എനിക്ക് കളിപ്പാട്ടൊന്ന് വെച്ചു കൊടുത്തേ. ആടിപ്പാട്ട്, കളിപ്പാട്ട്, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ. വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ ദിക്ർ ഹൽക്കയിലും ബുർദ മജ്ലിസിലും പങ്കെടുത്തപ്പോഴും അവര് മുട്ട് ആട് ഒക്കെ ചെയ്തു നോക്കി. എന്നാൽ കേരളക്കാരും കൂടുന്നില്ല എന്നതാണ്. കരഘോഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് കരഘോഷം? കൈമുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ്. എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജ്ലിസുകളുണ്ട്. ബഗ്ദാദില്
സിറിയയില്, ജോർദാനില്, മിസ്റില്, പലസ്തീനില് അവിടെയൊക്കെ ഉള്ള എത്ര മജ്ലിസുകളിൽ കൈമുട്ടിക്കൊണ്ട് ബസ് എന്നാ പറയാ, കരഘോഷം നടത്തിക്കൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസും മുഅ്മിനീങ്ങളുടെ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് പരിചയമില്ലാതിരിക്കാം. സൂഫിയാക്കളുടെ കിതാബിലൊക്കെ അതിനെപ്പറ്റി ഹുക്മ് പറയുന്നുണ്ട്. അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മത്ലൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി നടത്തുന്ന കൈമുട്ട്, അതിനെ വളരെയേറെ ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു അനുകൂലമായി ഫത്വ പറഞ്ഞിട്ടുണ്ട്. ഷാദുലിയാക്കളുടെ മജ്ലിസിലൊക്കെ കാണാം. കാന്തപുരം തന്നെ അത് എപ്പോഴും നടത്തിയിട്ടുണ്ട്, പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും ഫോട്ടോകൾ, ഷാദുലികളുടെ പെണ്ണുങ്ങളെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അത് വേറെ തെളിയിക്കത്തല്ലേ? സുഡാനിലെ സൈറ്റിൽ നിന്ന് ഓരോ ഫോട്ടോകൾ, ആ ഫോട്ടോകളുടെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഒരു ഷെയ്ഖിനെ അവമതിക്കാൻ, അവഗണിക്കാൻ, കരിവാരി തേക്കാൻ ഇത് പ്രദർശിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ ഇതാ പുതിയ ദീൻ. ഒരു കാലത്ത് ഇതുപോലുള്ള ഒരുപാട് ക്രയങ്ങളും വിക്രയങ്ങളും ഒക്കെ സമൂഹത്തിലുണ്ടായിരുന്നു. അത് കുറേ ഒരു വർഷത്തിന് ഇസ്ലാഹി പ്രസ്ഥാനം വളരെ ശക്തമായി തന്നെ അതിന്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയി എടുത്തു മാറ്റപ്പെട്ടപ്പോൾ ഇപ്പുറത്തുകൂടി സമസ്തക്കാരുടെ വക അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരിക, ഡെവലപ്പ് ചെയ്ത് ഒന്നുകൂടെ നന്നാക്കി സമൂഹത്തെ വീണ്ടും പഴയപടി അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും വലിച്ചു കൊണ്ടുപോകാൻ, പിടിച്ചു നിർത്തുവാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഒരു വഴി നന്നാവുമ്പോൾ മറ്റേ വഴി കേടുവരുത്തുക. ഇത് മാത്രമല്ല, വേറൊന്നെന്താ കണ്ടോളൂ, പുതിയ കോലം.
കാറ്റുപോയി എന്ന് ചിന്തിച്ചാളി. എന്ത് കോലാണിത്? ഇത് ദീനാണ്, സമൂഹത്തിൽ കാണിക്കാണ്. ഇനിയിപ്പോൾ നാളെ ഇത് കണ്ടാൽ എൻ്റെ CD ഇറങ്ങാൻ കാക്കുണ്ടാവും ചിലർ. എന്തിനെ? കുപ്പായം നോക്കാനേ. ഗ്രൂപ്പ് ഏതാണ്ട് കുപ്പായം നോക്കിയാലോ, കുപ്പായം നോക്കിയാലും തലക്കെട്ട് നോക്കിയാലൊക്കെ അറിയാലോ. ആ സിമ്പിൾ നോക്കും. അപ്പം പിന്നെ നോക്കുമ്പോൾ ചിലത് മലർന്നാലി കുപ്പായാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പ് അല്ലടാ, മറ്റേതാണ്. കുപ്പായം മലർന്നാലിയിലാണ് എന്ന് പറഞ്ഞിട്ട് ആരും മാറാൻ നോക്കണ്ട. ഇനി അതാ സാധനം തൊപ്പിക്കണമല്ലോ. ഒക്കെ പടച്ചൊരു ആ സമയത്ത് അന്നേരം കൊണ്ട് തരില്ല. എന്നല്ലേ നോക്ക്, അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കണ്ണുവം വെളുമ്പത്ത് മക്കാം ഷെരീഫ് ഉറൂസ് എൻ്റെ നോട്ടീസാ എന്തായാലും ഉള്ളത്. നോക്ക്, 1/30 ഞായറാഴ്ച 1-ാം ദിവസം. അന്നേരം എന്താ ഉള്ളത്? പതാക ഉയർത്തൽ സയ്യിദ് മഷ്ഹൂർ ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ, മൂപ്പര് മഷ്ഹൂറാണ്. പിന്നെ ഈ ഉദ്ഘാടനം ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. അപ്പോൾ മാറേണ്ട, ആള് മാറിപ്പോകണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ മുഖ്യ പ്രഭാഷണം PKP അബ്ദുസ്സലാം മുസ്ലിയാർ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് വായിക്കാം, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, അറിയാലോ, വൈസ് പ്രസിഡന്റ് SKSF സ്റ്റേറ്റ് കമ്മിറ്റി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരുപാട് തങ്ങന്മാരുടെ ഹോജാക്കന്മാരുടെ ഇടക്ക് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള അൽ ഖാസിമി മുത്തേടം. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പോൾ പിന്നെ കാണാം ഒരു ഷാദുലി റാത്തീബ്. ഇതാ നോട്ടീസ്. അതിൻ്റെ ചോട്ടിൽ പിന്നെ കമറുലുലമ കാന്തപുരം വേറുണ്ട്, അത് ആവശ്യം വരുമ്പോൾ അപ്പോൾ വായിച്ചോളാം. ആ സമാപന സമ്മേളനത്തിൽ, ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം ഞാൻ വായിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവിടെ കൃത്യമായി എന്തുണ്ട്? ഷാദുലി റാത്തീബ്. ഇപ്പൊ കണ്ട റാത്തീബ് നടന്നു. നിങ്ങൾ ചിന്തിക്കുക, ഈ രൂപത്തിൽ സമൂഹത്തെ ദുഷിപ്പിക്കുക, ഇത് ദീനാണ് പോലും. ഇങ്ങനെ ചാടിക്കളിക്കുക, തുള്ളിച്ചാട്ടം, ഈ തിരുവാതിരകളി അല്ലേ? പണ്ട് പെണ്ണുങ്ങളിങ്ങനെ വട്ടം കൂടി നിലവിളക്കൊക്കെ വെച്ച് ഇങ്ങനെ ചാടിക്കളിക്കല. അപ്പോൾ മുസ്ലിയാക്കന്മാർ തലയെ കെട്ടി നിലവിളക്കില്ലാതെ പകരം മുസ്ലിയാരെ പിടിച്ച് അടുക്ക് നിർത്തിയിട്ട് ചാടിക്കളി. ഷാദുലി റാത്തീബ്. ഈ ചിലർത്തിടുമ്പോൾ ചിലർ ചോദിക്കും, ഇതെന്ത് നമ്മുടെ നാട്ടിലൊന്നും ഇതില്ല. ആര് പറഞ്ഞ്? ആ വഴിക്ക് പോയിട്ടല്ലേ. നമ്മൾ പിന്നെ പണ്ട് ആ വഴിക്ക് പോയതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഏതാ സാധനം. കാരണം വെച്ചാൽ പണ്ട് ചില ആൾക്കാർ, ചില മുസ്ലിയാക്കന്മാരെ ഇങ്ങനെ തുള്ളിച്ചാടെന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു മുസ്ലിയാരാണെങ്കിൽ തന്നെ പണ്ടൊക്കെ ഒരു നാണം ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഷാദുലി തരീക്കത്തിൽപ്പെട്ട ഒരാൾ, ആ തരീക്കത്തും കൊണ്ട് നടക്കുന്ന ഒരാൾ കുറേ ഓട്ടോക്കാരെയൊക്കെ വിളിച്ച് കൊണ്ടു നടക്കലായിരുന്നു. ഇപ്പം അത് മുസ്ലിയാക്കന്മാർ ഏറ്റെടുത്തു. കാരണം വെച്ചാൽ ഇതിനൊക്കെ നല്ല സ്കോപ്പുണ്ട് സമൂഹത്തിനിടയിൽ നിന്ന് കണ്ടിട്ട് ഈ തുള്ളിച്ചാട്ടത്തിനടക്കം ആളുകളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പരസ്യമായ ഈ കോഴിക്കോട് നടന്ന പരിപാടി കണ്ടത്, കോഴിക്കോട് വെച്ച് നടത്തിയ തുള്ളിച്ചാട്ട റാത്തീബ്, ഷാദുലി റാത്തീബ്, ആ റാത്തീബാ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമൂഹത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? എന്നിട്ട് ന്യായം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറേണ്ടി വന്നത്? ഒരു കാലത്ത് ഇതിന് പകരം വളരെ ഡീസൻ്റായ ഒരു ഒരു മൗലതൊക്കെ ആയിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്നത്. സത്യത്തിൽ അത് തന്നെ മറ്റൊരു തട്ടിപ്പാണ്. മാല മൗലൂദ് എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും പറയാറുള്ളത് അത് ഔലിയാക്കളുടെ മദ്ഹ് പറയാണ്, ഞങ്ങൾ ഔലിയാക്കന്മാരെ പുകഴ്ത്തുകയാണ്, ഔലിയാക്കന്മാരുടെ മദ്ഹ് പറയാണെന്ന്. സത്യത്തിൽ ഓരോ ആളുകളും ഓരോ മാലയുണ്ടാക്കിയപ്പോൾ തങ്ങളുടെ ശൈഖിന് ഡബിൾ കവറേജ് ഉണ്ടാക്കി കൊടുക്കാന്നല്ല, അല്ലാതെ അവരുടെ മദ്ഹ് പറയണമെന്നല്ല ചിന്തിച്ചത്. നേരെ മറിച്ച് ഒരാളെ പൊക്കുമ്പോൾ മറ്റാളെ താഴ്ത്തണം, അത്ര ചിന്തിച്ചിട്ടുള്ളൂ. അതാണ് എഴുതപ്പെട്ട പല മാലകളും. സത്യത്തിലെ മദ്ഹല്ല, പലപ്പോഴും ഔലിയാക്കളെ അപകീർത്തിപ്പെടുത്തുന്ന വാചകങ്ങളാണ് അതുള്ളത്. ഒന്ന് പറയുമ്പോൾ അതിനപ്പുറം മറ്റൊന്ന് പറയാം. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയും. എന്ത്? അതേ മുഹീദ്ദീൻ ശൈഖ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ നോമ്പ് നോക്കുമായിരുന്നു, മുല കുടിക്കുന്ന പ്രായത്തിൽ പോലും നോമ്പ് നോക്കുമായിരുന്നു എന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് പറയും അല്ലേ? മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലരത്തോടാതോവർ
മൊയ്തീൻ ഷെയ്ഖ് റമദാൻ മാസമായി കഴിഞ്ഞാൽ മുല കുടിക്കുന്ന പ്രായത്തിൽ പോലും 30 ദിവസവും നോമ്പ് വെക്കുമായിരുന്നു, മുല കുടിക്കൂല. അപ്പോൾ അപ്പുറത്തെ ആള് മാല ഉണ്ടാക്കാണ്. ഈ മാല ഉണ്ടാക്കി കഴിഞ്ഞ് റിഫായി തരീക്കത്തുകാരൻ മാല ഉണ്ടാക്കിയപ്പോഴോ ആ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞതിനേക്കാൾ കൂടുതൽ കവറേജ് നമ്മുടെ ഷെയ്ഖിന് ഉണ്ടാകണം. അപ്പൊ ഇവിടെ ഡബിൾ കവറേജ് കൊടുത്ത് പറഞ്ഞു. എന്ത്? മുന്നം ഒരു കേലാൽ 40 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ. ഓ മുഹീദ്ദീൻ ഷെയ്ഖ് 30 ദിവസമല്ലേ ഉള്ളൂ. ഓ മൂപ്പരിങ്ങനെ ചിന്തിക്കാണ്, റമദാൻ പോയാലും മാക്സിമം 30 ഉള്ളൂ, 31 ഉണ്ടാവൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ മൂപ്പര് സ്പെഷ്യൽ ഓർഡർ വാങ്ങുക അവിടത്തിനെടുക്കുന്നത്, അള്ളാഹിനെടുക്കുന്ന സ്പെഷ്യൽ ഓർഡർ വാങ്ങിയിട്ട് 40 ദിവസം നോമ്പ് തോറ്റു. കണ്ടോ? അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് 30 ഉള്ളൂ, നമ്മുടെ ഷെയ്ഖ് 40 ദിവസം നോമ്പ് തോറ്റിട്ടുണ്ട്. അതുപോലെ മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി ഇവിടെ പറയുന്നത് 4 കിതാബയും മറ്റുള്ള സുഹഫയും നായന്നരുളാലെ ഓതിയുണർന്നോവർ. മൊയ്തീൻ ഷെയ്ഖ് അദ്ദേഹം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം 4 കിതാബ്, ഖുർആൻ, സബൂർ, ഇഞ്ചീൽ, തൗറാത്ത്, അങ്ങനെ 4 പിന്നെ കിതാബുകളും മറ്റുള്ള ഏടുകളൊക്കെ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഓതി പഠിച്ച ആളാണ് ആര്? മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് മുഹീദ്ദീൻ മാലക്കാരൻ പറയാം. അപ്പം മറ്റേ ആൾ ചിന്തിക്കണം, നമ്മുടെ ഷെയ്ഖിന് ഡബിൾ കവറേജ് കൊടുക്കണമല്ലോ. അപ്പൊ റിഫായി മാലക്കാരൻ എഴുതണത് ഓതും ഫുർഖാൻ സബൂർ ഇഞ്ചീൽ തൗറാത്തും ഓതാതറിഞ്ഞി ഞാനെന്ന് പറഞ്ഞോവർ. ഓതും ഫുർഖാൻ സബൂർ ഇഞ്ചീൽ തൗറാത്തൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖ് ഓതി പഠിച്ചെന്നാ പറഞ്ഞത്. ഞാനിതൊക്കെ ഓതാതെ തന്നെ പഠിച്ചിട്ടുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് ഇതൊക്കെ ഓതി പഠിച്ചല്ലേ, ഞാനിത് ഓതാതെ തന്നെ പഠിച്ചിട്ടുണ്ട്. പറയാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഔലിയാക്കന്മാരെ പുകഴ്ത്താണ് പോലും. മാല ഔലിയാക്കന്മാരെ പുകഴ്ത്തണ മാലയാണ് പോലും. ഇനിയോ കേട്ടോ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് മുഹീദ്ദീൻ മാല പറയുന്നത് കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളത്. ഇപ്പൊ അമേരിക്കയിൽ എന്താണ് നമ്മൾ കാണുമോ? ഇല്ല. പക്ഷെ മുഹീദ്ദീൻ ഷെയ്ഖ് കാണും. നിങ്ങളുടെ മനസ്സ് എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മുഹീദ്ദീൻ ഷെയ്ഖ് കാണും. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഷെയ്ഖ് എല്ലാം കാട്ടി പറയുന്ന ആളാണ്. അപ്പൊ മറ്റാൾ ചിന്തിക്കുക, ഉടച്ചോര് ഇതൊന്ന് ഡബിൾ കവറേജ്, നമ്മുടെ ഷെയ്ഖിന് ഡബിൾ കവറേജ് കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് അവസാനം ഒരു കഥ ഉണ്ടാക്കുക. എന്ത്? ഹോജാ മുഹീദ്ദീൻ ഞാനും കളിക്കുമ്പോൾ കണ്ണിൻ പിരികത്തിന്മേലെ ഒളിച്ചോവർ കണ്ണിൽ കരുമീശി മാമനിൽ ചെല്ലിയാർ കണ്ടില്ല ഉങ്കൾ വരുവിനതെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും കൂടെ സാറ്റ് കളിക്കാൻ പോയി. സാറ്റ് കളിക്കാൻ ഒളിച്ചു കളിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഔലിയാക്കന്മാരെ പറ്റി പറയുന്നത് ചിന്തിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പം നമ്മൾ ഉദാഹരണം പറയണം, ഇപ്പോൾ കാന്തപുരം മുസ്ലിം ഉള്ളാൾ തങ്ങളും കൂടെ ഒളിച്ചോട്ടെ കളിച്ചു എന്ന് പറഞ്ഞാൽ അയ്യ നാണക്കേട്. അച്യുതാനന്ദനും പിണറായി കൂടെ ഒളിച്ചു കളിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയോ? ഇവിടെ ആളുകൾ തല്ലൂലേ? നാണക്കേട്. അങ്ങനെ ആരും പറയൂല, അത് ബഹുമാനിച്ചാരും പറയൂല. ഇത് കുട്ടിക്കളിയാ. മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും കൂടെ ഒളിച്ചു കളിക്കാൻ പോയി. എന്നിട്ട് റിഫായി ഷെയ്ഖ് ആള് വിരുദ്ധനാണെന്നാ മുഹീദ്ദീൻ ഷെയ്ഖിനെ കണ്ണിന്റെ പിരികത്ത് കയറി ഒളിച്ചിരുന്നത്. അപ്പൊ പിന്നെ കാണൂലല്ലോ. മുഹീദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ തപ്പി അടക്കുക. ആരെ? റിഫായി ഷെയ്ഖിനെ. ഇത് ഞാൻ പരിഹസിക്കല്ല, മാലയിൽ എഴുതി വെച്ചതാണ്. എന്നിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ തപ്പി നടന്ന അവസാനം കാണുന്നില്ല. കണ്ണിന്റെ പിരികത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റുമോ? അങ്ങനെ കാണില്ല. അവസാനം മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ്, ഓ റിഫായി ഞാൻ തോറ്റ് എന്ന് പറഞ്ഞു. അപ്പോ കണ്ണിന്റെ പിരികത്തിൽ നിന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു സാറ്റ്. തോറ്റ് എന്ന് പറയാൻ മൂപ്പര് സാറ്റ്. ആര് ജയിച്ചത്? റിഫായി ഷെയ്ഖ് ജയിച്ച്. ഇതും റിഫായി മാലയിൽ എഴുതി വെച്ചത് മദ്ഹാണ് പോലും. ഔലിയാക്കന്മാരെ പുകഴ്ത്തനാണ് പോലും. ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ തനിയെ ഈ സാധനം ഒഴിച്ചുപോയി. കുറേയൊക്കെ ഇപ്പോഴുണ്ട് വാശി പിടിച്ച് ചെല്ലണം. മർക്കസിന്റെ മൂലയിലൊക്കെ ഇപ്പോഴും വാശി പിടിച്ച് ചെല്ലുന്ന കുട്ടികളുണ്ടാവും. കോഴിക്കോട് ഭാഗത്തേക്ക് വരണേ വാശി പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ബോംബാരോ ഏതാണ്ട് വൈരാഗ്യം തീർക്കണ പോലെ മുഹീദ്ദീൻ മാല ചെല്ലുന്ന ആൾക്കാർ, ഹിഫ്ദിന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ചെല്ലുന്നുണ്ടാവും. അങ്ങനെയൊക്കെ വാശി പിടിച്ച് ചെല്ലുന്നവരൊക്കെ ഉണ്ട്. അല്ലാതെ പൊതുസമൂഹം അതിങ്ങനെ എടുത്തു മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ മുസ്ലിയാക്കന്മാർ പിന്നെ വല്ലാത്ത ബേജാറാണ്. ഇപ്പോൾ ഒരു തരം സ്വപ്നം കാണലാണ്. നല്ല നാളേക്ക് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിയാക്കന്മാരുടെ സ്വപ്നത്തിലൊരു പ്രധാന സ്വപ്നം ഒരു മുസ്ലിം ഇവിടെ അടുത്ത പേരോട് വെച്ച് പറഞ്ഞതാണ്. ഇവിടെ അടുത്ത സ്ഥലമാണ് പേരോട്. ആ പേരോട് എന്ന പ്രദേശത്ത് വെച്ച് ഒരു മുസ്ലിം തൻ്റെ സ്വപ്നം, ആ സ്വപ്നം കൃത്യമായി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. കണ്ടോ, മൂപ്പര് സ്വപ്നം പറയാ, ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, നല്ലൊരു നാളെ കഴിഞ്ഞു പോയില്ലേ? എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. പ്രസവ വേദന എടുത്ത ഉമ്മമാരെ നഫീസത്ത് മാല ഓതികൾ പ്രസവിച്ചിട്ടില്ലേ? എത്ര സുന്ദരമായ കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. മുസ്ലിയാർ സ്വപ്നം കാണും. എന്ത് നല്ല സ്വപ്നം ഒന്ന് ചിന്തിച്ചാൽ. പ്രസവ വേദന എടുത്ത് അപ്പം തന്നെ നഫീസത്ത് മാല എടുത്തോണ്ട് വരിക. എന്ത് ഏറെ മികന്തുള്ള പേരുത്തത്തിൽ ഇന്ത സാവികൾ പേരിനെ ചൊല്ലുകിൽ കുറിമുടിയും മൂനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കരിൽ ഇല്ലാശക്കുന്നോവർ. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പാട്ട് കേട്ട് അപ്പ പെറും എന്നാണ്. അപ്പ പ്രസവം, സുഖപ്രസവമാണ്. എന്നിട്ട് ഇപ്പം എന്തേ ഒരു മുസ്ലിയാരോട് ചോദിച്ചാൽ എന്താ ഇപ്പം എന്താ ഇല്ലാത്തത്, ഇപ്പം എന്താ പ്രസവിക്കാത്തതെന്ന് വെച്ചാൽ, അപ്പം മുസ്ലിയാരുടെ മറുപടി ഈമാനില്ലാഞ്ഞിട്ടാ ആളുകൾക്ക് ഈമാനില്ലാഞ്ഞിട്ടാ. അപ്പം അയാൾ ചോദിച്ചു, അല്ല മുസ്ലിയാർക്ക് ഈമാനുണ്ടല്ലോ, അതുകൊണ്ട് മുസ്ലിയാർ നടപ്പാക്കണമല്ലോ. മുസ്ലിയാർ ഈമാനില്ലാന്ന് മുസ്ലിയാർക്ക് ഈമാനില്ലാന്ന് ആരും പറയും ഇല്ലല്ലോ. പിന്നെ മുസ്ലിയാർ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? അത് ഓക്കെ ഈമാനില്ലാഞ്ഞിട്ടാണ്. അവിടെ മുസ്ലിയാർക്ക് മറുപടി റെഡിമെയ്ഡ് ഉണ്ട്. മനസ്സിലായോ? അപ്പം ഈ രൂപത്തിൽ സമൂഹത്തെ എടുത്തു മാറിപ്പോയതാണ്. ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഖേദം. ഇന്നലെ നമ്മൾ കേട്ടു ഒരു മുസ്ലിയാരുടേത്. ഒന്നുകൂടി കേട്ടോ, എനിക്കതുകൊണ്ട് വേറെ ചില ആവശ്യം കൂടി ഉണ്ട്. ഒന്നുകൂടി കേട്ടോ, എന്താ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഇന്ന്? ആ മാല കിത്താബ് മൗലിദ് കിത്താബ് ഇപ്പൊ ഇത് മറ്റേതല്ല നമ്മളത് തന്നെ. ഒന്ന് കേട്ടോളൂ. ആചാര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? ദിക്റുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ? അതേ പ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ഉണ്ടായിരുന്നു. ഉമ്മമാര് ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീൻ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുണ്ട് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടവാ, നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സെബീൻ കൊണ്ടുവരാൻ. എന്നിട്ട് എവിടെ? അതിരിക്കണ്. അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്ത് ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം അതാണല്ലോ. സത്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. അത് കാരണം വെച്ചാല് മൂല്യാരെ ആ സോപ്പൊടി പുഴങ്ങിച്ച് കഴിക്ക് വൃത്തിയായിട്ട് പറഞ്ഞതിനർത്ഥം സൂചന. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നേർക്ക് നേരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞത് സത്യമല്ലേ? ആ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? ഒരു മുസ്ലിം കുറെ മുസ്ലിയാക്കന്മാർ ഒന്നിച്ചൊരു വീട്ടിലേക്ക് ചെല്ല. 2 മുസ്ലിം ഒരു കുട്ടിയും വിളിക്കാം, മോനെ വാ ഇടോ. മോൻ വന്നു. ആ സബീനെ എടുത്തോണ്ട് പോവാ. സബീനെ കിതാബ് എന്ന് വേണ്ട, തെറ്റിദ്ധരിക്കണ്ട, സബീനെ എടുത്തോണ്ട് പോവാ. അങ്ങനെ കുട്ടി കുറേ നേരം കാണാതെ പോയി. ആയിക്കോട്ടെ, കുട്ടിയെ കാണാതെ പോയി. അങ്ങനെ കുട്ടി ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കളിക്കണ്. അവൻ മുസ്ലിയാക്കന്മാർ വിളിച്ച്, വാ മോനെ ഇവിടെ വാ. എവിടെ സബീന? ദാ ഇരിക്കണ്. അപ്പോൾ എന്താ 2 സബീന പൊടി. അത് സത്യമാണോ? മുസ്ലിയാർ സത്യം നടന്ന പോലാണല്ലോ പറഞ്ഞത്. അങ്ങനെയുണ്ട് ചില മുസ്ലിയാക്കന്മാർക്ക് ചില സത്യം പറച്ചിട്ട്. ഇനി അതാണ് നമ്മൾക്ക് ഈ കൗമ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അത് അറിയണമല്ലോ. മുസ്ലിയാക്കന്മാർ സത്യം പറച്ചിലാണ്. അത് ഇവിടെ മുതൽ ആരംഭിച്ചു. ഒന്ന് കഴിഞ്ഞ് വേറൊരു മുസ്ലിം വേറൊരു സത്യം പറഞ്ഞിട്ട് അയാൾ അതിലും വലിയ സത്യം പറഞ്ഞിട്ട് ആ സത്യത്തെ ചരിച്ച് വലിയ കളന്റെ സത്യമാണ്.
മൂപ്പര ഒരു രാത്രി 1 മണിക്ക്, രാത്രി 1 മണിക്ക്, ആ 1 മണിക്ക് മൂപ്പരിങ്ങനെ പോകുമ്പോ എന്താ വിഷയെന്നറിയോ? 50 പേരൊക്കെ കൂടിയതാ മുസ്ലിയാർ തച്ചാൻ. അങ്ങനെ മുസ്ലിയാരെന്തെടുത്തു 50 പേരെ ഒറ്റക്ക് നേരിട്ടതാണ്. അത് വലിയ സത്യം. കേട്ടോളൂ, വേറെ മുസ്ലിയാർ പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയൊന്നുമല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചു. എന്റെ ഒപ്പം ഒരു 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കണ ധാരണന്ന് നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പി കൊണ്ട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വെച്ചു. നിരത്തിയൊന്നും വായച്ചപ്പയെന്ന് കരുതരുത്. ഞങ്ങളിങ്ങനെ വായച്ചപ്പായിട്ട് ഒന്നും ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നു ആരും കരുതണ്ട. അപ്പോ പറയണെന്താന്ന് വെച്ചാല് മൂപ്പര് പറയാണ്, ഞങ്ങൾ വായച്ചപ്പായിട്ട് നിൽക്കൂല, ഞാൻ 50 പേരെ ഒറ്റക്ക് നേരിട്ടിരുന്നു ഒരു രാത്രിയില്. നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ സത്യം പറഞ്ഞാൽ മൈക്ക് കെട്ടി സത്യം പറയാം, മൈക്ക് കെട്ടി സത്യം പറയാ. ഒറ്റക്ക് നേരിട്ട് രാത്രി 1 മണിക്ക് വെറുതെ നടക്കൂല. മാതല്ല, മുസ്ലിയാക്കന്മാരുടെ ഇടുപ്പിൽ എപ്പോഴും കുപ്പി ഉണ്ടാവും. രാത്രി 1 മണിക്ക് അത് അരിഷ്ട കുപ്പിയാണ്. ആയിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞപ്പോൾ അംഗീകരിക്കും, സത്യം പറയുന്ന ആൾക്കാരല്ലേ, അപ്പൊ പറഞ്ഞ വിശ്വസിക്കണമല്ലോ. അപ്പൊ അരിഷ്ട കുപ്പിയാണ്. അങ്ങനെ 50 പേര് അങ്ങോട്ട് വളഞ്ഞതാണ്. വളഞ്ഞപ്പോ കുപ്പിക്കെടുത്ത് ഉടനെ പുറകോട്ട് എല്ലാം കൂടെ ഓടിയതാണ്. ഇജാതി സത്യം പറഞ്ഞ ആൾക്കാര്, ഇതുപോലെ സത്യം പറഞ്ഞ മനുഷ്യന്മാര് ലോകത്തുണ്ടാവും. ഇതുകൊണ്ട് അവസാനിച്ചില്ല. ഇനി ഞാനിതിന് ഷറഹം തരേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാവല്ലോ. വേറൊരു മുസ്ലിം വേറൊരു സത്യം പറഞ്ഞേട്ടോ. ഇനി അങ്ങനെ ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല. വേറൊരു മുസ്ലിം വലിയൊരു സത്യം പറഞ്ഞ കേട്ടോളൂ. തൃക്കളൂർ സമരം എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ മലബാർ കലാപത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മലബാറിലൊക്കെ 921 മുമ്പ് തന്നെ വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. സർ വില്യം ലോഗന്റെ മലബാർ മാനുവൽ പോലെ രേഖപ്പെടുത്തിയ സംഭവമാണ് തൃക്കളൂർ സമരം. ആ സമരത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കൊളക്കാടൻ കുട്ടി ഹസൻ എന്നൊരു വ്യക്തിയും ഏതാനും ആളുകളും ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി മലപ്പുറത്ത് ഒരു വലിയ പ്രകടനം നടത്തിയ ചരിത്രം പറയുന്നുണ്ട്. ആ പ്രകടനം നടത്തി അവർ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് തൃക്കളൂർ എന്ന സ്ഥലത്ത് പോയിട്ട് അരീക്കോട് അടുത്തൊരു ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറി ഒളിച്ചു എന്ന് പറയുന്നു. അതൊരു വലിയ സംഭവമാണ്. സർ വില്യം ലോഗൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഒളിച്ചു താമസിക്കുന്ന സമയത്ത് അവരെ കൊല്ലുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം വന്ന് നോക്കുമ്പോൾ എങ്ങനെ വെടിവെച്ചാലും ഈ 12 ആളുകൾക്ക് വെടിയേൽക്കില്ല. ഉന്നം പിടക്കുന്നു, വെടികൊള്ളുന്നില്ല. അങ്ങനെ വെടികൊള്ളാതിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാതെ നിവൃത്തിയില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഡൈനാമിറ്റ് ഉപയോഗിച്ചു. ഡൈനാമിറ്റ് എന്ന സാധനം ഉപയോഗിച്ച് ഊട്ടുപുര തകർത്തപ്പോൾ ഇവർ മരണപ്പെട്ടപ്പോൾ ഇവരുടെ ശരീരം പരിശോധിച്ചപ്പോൾ കയ്യിൽ നിന്ന് ഉറുക്ക് കിട്ടി. ആ ഉറുക്ക് അതാണ് അവർക്ക് വെടികൊള്ളാതെ രക്ഷപ്പെടുത്തിയത് എന്ന് അന്ന് ചില ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും ആ ഉറുക്ക് ബ്രിട്ടീഷുകാർ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ അത് ഉറുക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ കൊടുത്തതായിരുന്നു. അന്നുപോലെ ബ്രിട്ടീഷുകാർ ഉറുക്ക് കെട്ടാൻ തുടങ്ങിയത്. കാരണം അന്ന് അവർക്ക് മനസ്സിലായത് ഉറുക്ക് കെട്ടിയാ പിന്നെ വെടിയേക്കൂല, പിന്നെ ഉറുക്ക് കെട്ടി നടന്നാ പോരെ. അപ്പോ ഉറുക്ക് കെട്ടാൻ തുടങ്ങിയതാണ്. മാതല്ല എന്ത് പറയാ, തൃക്കളൂർ സമരം മലബാർ മാനുവൽ എഴുതിയിട്ടുണ്ട്. അത് ശരിയാ, തൃക്കളൂർ സമരം മലബാർ മാനുവലുണ്ട്. പക്ഷെ അവിടെ വെടിയേക്കാത്ത കഥ, ആ വെടി അതിനകത്തില്ല. ആ വെടി ഇവിടെ വെറുതെ പൊട്ടിയതാ. ഇങ്ങോട്ട് ചിന്തിക്ക്. എന്നിട്ട് വെടി വെച്ചിട്ട് എല്ലാം ഉന്നം പഴക്കാണ്. എല്ലാ റൗണ്ടും ഉന്നം പഴിച്ചു. അവസാനം ഡൈനാമിറ്റ് എറിഞ്ഞപ്പോഴോ ഉറുക്ക് പൊട്ടിപ്പോയി. അവിടെ ഉറുക്ക് പൊട്ടി അവസാനം പരിശോധിച്ചു. ഈ രൂപത്തിൽ
സത്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഒന്ന്. പിന്നെ വേറൊരു മുസ്ലിം വേറൊരു സത്യം പറയാം, വേറൊരു മുസ്ലിം വേറൊരു സത്യം. ആ സത്യം കേട്ടോളൂ. മഹാനായ ഒരു സയ്യിദ് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും, നബിതങ്ങൾ സലാം മടക്കും. ഈ ഒരു 5 വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു. മദീനയിൽ നിന്ന് നബിതങ്ങൾ മടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, തങ്ങളെ തങ്ങൾ പിണങ്ങിയോ? മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ, എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തയില വജിഹിംറഅത്തിൻ ഫിത്തിൽഫിസിയൂൻ. എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ? ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ. പിണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പ നബിതങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ? എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യ പെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബിതങ്ങൾ എടുക്കുമോ? സംശയമാണ്. എടുക്കുന്ന കാര്യം സംശയം തന്നെയാണ്. ഈ ജാതി പോക്കാണെങ്കിൽ ഉറപ്പായും എടുക്കൂല. ഏതായാലും നിലവിലുള്ള സമസ്തക്കാരാണെങ്കിൽ നാഴുതികളെ പെണ്ണിന്റെ വാർത്തയിട്ട് നടന്നവരാണ്. തീരെയും സലാം മടക്കുന്നതുമല്ല. ഒരു ചാൻസ് ഇനി കാണില്ല. നേരെ നബിയുടെ ഖബറെടുക്കോട്ട് ചെല്ലുക, അസ്സലാമു അലൈക്കും, എന്നിട്ട് ഖബർ സുഖമാണോ? നബി അവിടുന്ന് മറുപടി ഇങ്ങനെ ഡയറക്റ്റ് പറയാണ്. 5 കൊല്ലം മുമ്പ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ഇയാൾക്ക് അറിയാ, പേരിപ്പോൾ പറയണില്ല, തടിക്ക് നല്ലതാ, പേരിപ്പോൾ പറയണില്ല. ഈ ജാതി കളവ് പറഞ്ഞ് സമൂഹത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കാണ്. ഇസ്ലാമിക വിരുദ്ധ തത്വം ഇതൊക്കെ ഇനി കളവാണെന്ന് ഇനി ബോർഡ് വെച്ചേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പച്ചക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഈ ജാതി പ്രസംഗം നടത്തുക, എന്നിട്ട് ഈ രൂപത്തിലെ വിശദീകരണം നടത്തുക, എന്നിട്ടൊരു സമൂഹത്തെ ആ വഴിക്ക് കൊണ്ടുപോവുക. ഒരു സമൂഹത്തെ ആ വഴിക്ക് തെളിച്ചുകൊണ്ടുപോവാണ്. നാശത്തിലേക്ക്, കുഫറിലേക്ക്, അവിശ്വാസത്തിലേക്ക്, തനിച്ച ഇസ്ലാമിക വിരുദ്ധ മാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇതിനെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിലകൊണ്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ എല്ലാ വളച്ചുകെട്ടിലും നടത്തി കൊണ്ടുവരുന്നത് എന്താ? അവസാനം പറഞ്ഞ് ശൈഖിനെ വിളിക്കണം, അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കണം, അള്ളയില്ലാത്തവരോട് ദുആ ചെയ്യണം. അതുപോലെ തന്നെ അള്ളയില്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് പറയുന്ന തത്വങ്ങൾ ഉൾക്കൊള്ളണം. എത്രത്തോളം അവസാനം ഇതിൻ്റെയൊക്കെ രൂപം എത്ര ബീഭത്സമാണ് മാന്യ സഹോദര. ഒന്ന് ചിന്തിക്ക്. ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി നിൽക്കുന്നല്ല. ഇതിൻ്റെയൊക്കെ രൂപം, ഇതിൻ്റെയൊക്കെ വിഷം ഏതെല്ലാം തലത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആ ബീഭത്സമായ രൂപം എന്താണ്? സ്വന്തമായി തനിച്ചിരുന്നു ആലോചിക്കാനും ചിന്തിക്കുവാനും വേണ്ടി പ്രത്യേകം പറയുകയാണ്, ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ വേണ്ടി. ഇതിൻ്റെ ബീഭത്സമായ മുഖം നമുക്കറിയാം. ഇവിടുത്തെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലം, വാടാനപ്പള്ളി എത്തുന്നതിന് മുമ്പ് തൃപ്രയാർ എന്ന സ്ഥലം. ആ തൃപ്രയാർ എന്ന സ്ഥലത്ത് നിന്ന് സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചിട്ട് പോകുന്ന ഒരാളുണ്ട്. എന്നൊക്കെ സനതൊക്കെ വേറെ അതുമായി അറിയുന്ന ബന്ധമുള്ള ആളുകൾ പറയേണ്ടത് വേണ്ടി വന്നാൽ പിന്നീട് നമുക്ക് കേൾപ്പിക്കാം. അങ്ങനെ വന്നൊരു തങ്ങൾ, ജമാലുദ്ദീൻ തങ്ങൾ എന്ന് പറഞ്ഞ ആള് വിളിക്കുകയാണ്. അല്ലല്ലാത്തവരെ വിളിക്കുന്ന ആ രൂപം, ആ ഭാവം നിങ്ങളൊന്ന് കണ്ടു നോക്കി. എത്ര ബീഭത്സമാണത്, എത്ര ഗൗരവമാണത് എന്ന് കാണാൻ ആ രംഗം നിങ്ങളൊന്ന് കാണുക. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും.
يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الأعظم يا غوث الأعظم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم يا إمام الدين يا إمام المتقين يا سلطان العارفين. അപ്പോൾ ഈ രൂപത്തിൽ തങ്ങൾ അതിന് കുറച്ചുകൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സീഡ് ഇറങ്ങുമ്പോൾ കൂടുതൽ വിശദമായിട്ട് വിശദീകരിക്കാം. ഏതായാലും മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും ഗൗരവമായ നിലക്ക് ഈ സമൂഹത്തിൽ ശിർക്ക്, ആ കുഫ്ർ പടർന്നു പന്തലിച്ചപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യം കൃത്യമായി മനുഷ്യപ്രകൃതിയിൽ രേഖപ്പെടുത്തപ്പെട്ട ആ തൗഹീദിന്റെ സന്ദേശം എന്താണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏതൊരു മനുഷ്യനും തിരിയുന്ന ഭാഷയിൽ, ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ആ തൗഹീദ് എന്ത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അത് മറ്റൊന്നിനുമല്ല, നാളെ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ മുന്നിൽ പരാജിതരാകാതിരിക്കാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് അതാ എനിക്കിത് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞൊഴിയാൻ യാതൊരുവിധ ചാൻസും നമുക്കില്ല. നാദാ ഞങ്ങളുടെ പിതാക്കന്മാർ പിഴച്ചു പോയിരുന്നു, അവരെ പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങളും നാശത്തിലേക്ക് പോയത് എന്ന് റബ്ബിന്റെ അടുക്കൽ നമുക്ക് പറയാൻ യാതൊരുവിധ ന്യായവുമില്ലാത്ത വിധം വിശുദ്ധ ഇസ്ലാം നമുക്ക് മുന്നിൽ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സൽസരണിയിലേക്ക്, ആ സത്യമാർഗത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരികയും ആ മാർഗം സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ തത്വം, ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തത്വം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും വിമർശനങ്ങളുടെ രൂപത്തിൽ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരന്വേഷണ ബുദ്ധിയോടുകൂടി അതിനെ മനസ്സിലാക്കി കാര്യങ്ങളുടെ നിജാവസ്ഥ പഠിക്കുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞു പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിർവഹിക്കുവാനുള്ള എല്ലാവിധ കരുത്തും ശക്തിയും നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.